കേരളത്തിലെ സ്കൂളുകളും കോളേജുകളും കേന്ദ്രമാക്കി പലസ്തീന്റെ മറവിൽ ഹമാസ് തീവ്രവാദികൾക്ക് വേണ്ടി വാഴ്ത്തുപാട്ടുകൾ അവതരിപ്പിക്കുന്ന പ്രവണത ശക്തമായിരിക്കുകയാണ്. അതിപ്പോൾ കൗമാര കലോത്സവ വേദികളെ കൂടി കീഴടക്കുന്ന തലത്തിലേക്ക് പടർന്നിരിക്കുകയാണ്. കേരളത്തിലെ സ്കൂൾ കുട്ടികളുടെ കലാ അഭിരുചികളെ പ്രോത്സാഹിപ്പിക്കേണ്ടതിന് ക്രമീകരിക്കുന്ന കലോത്സവങ്ങളുടെ വേദികളെ ചില മതഭ്രാന്തന്മാർ ചേർന്ന് തീവ്രവാദികളുടെ വാഴ്ത്തുപാട്ട് പാടാനുള്ള വേദിയാക്കി മാറ്റുന്ന ഭീകരമായ അന്തരീക്ഷം ഇപ്പോൾ സംജാതമായിരിക്കുകയാണ്. ഇന്നലെ കാസർഗോഡ് ജില്ലയിലെ കുമ്പള ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് പലസ്തീൻ എന്ന പേരിൽ തീവ്രവാദികളായ ഹമാസിന്റെ ചെയ്തികൾക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്ന മൈമിംഗ് ഷോ അരങ്ങേറിയത്. പ്രോഗ്രാമിന്റെ അവസാനം പലസ്തീൻ അനുകൂല പോസ്റ്റർ കൂടി ഉയർത്തിയതോടെ ഈ മൈമിന്റെ പിന്നിൽ കൃത്യമായ അജണ്ടകൾ ഉണ്ട് എന്നും വിദ്യാർത്ഥികൾ സ്വമേധയാ രൂപപ്പെടുത്തിയതല്ല എന്നും അതിന്റെ പിന്നിൽ ചില പതിയിരിപ്പുകാരുണ്ട് എന്നും ബോധ്യപ്പെട്ട അധ്യാപകർ പരിപാടി പൂർത്തിയാക്കുന്നതിന് മുൻപ് കർട്ടൻ താഴ്ത്തുകയായിരുന്നു. കർട്ടൻ താഴ്ത്തിയതോടെ 4 വലിയ പലസ്തീൻ പതാകകൾ വേദിയിൽ ഉയരുകയും പ്രതീക്ഷിച്ചതുപോലെ തന്നെ പ്രതിഷേധവുമായി ഒരു പറ്റം ആളുകൾ രംഗത്തിറങ്ങുകയും അതോടെ കലോത്സവം നിർത്തിവെക്കുകയുമായിരുന്നു. എന്നാൽ പരിപാടി അവതരിപ്പിച്ച വിദ്യാർത്ഥികളും അതിനവരെ പ്രേരിപ്പിച്ച് ഇറക്കിയവരും ചേർന്ന് വേദിക്ക് പുറത്ത് പ്രതിഷേധിക്കുകയും പലസ്തീന്റെ കൊടിക്കൂറകൾ ഉയർത്തി വെല്ലുവിളികൾ മുഴക്കുകയുമായിരുന്നു. എല്ലാ മതത്തിലും പെട്ട വിദ്യാർത്ഥികൾ പഠിക്കുന്ന സർക്കാർ സ്കൂളിൽ മതപരമായ വിവേചനം ഉണ്ടാകുന്ന പരിപാടിയെ തടഞ്ഞ ആ അധ്യാപകർക്കെതിരെ നടപടിയെടുക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടായിരുന്നു ഈ പ്രതിഷേധങ്ങളെല്ലാം. അതിപ്പോൾ വിജയിച്ചിരിക്കുകയാണ് എന്നുള്ളതാണ് ഏറ്റവും വലിയ വിരോധാഭാസം. ലോകത്തിലെ ഏറ്റവും വലിയ ഭീകര ശക്തികളിൽ ഒന്നായ ഹമാസിനെ ഉന്മൂലനം ചെയ്യാൻ ഗാസയിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ആക്രമണങ്ങളെ കുറിച്ച് ഇസ്രായേലിനുള്ളത് വ്യക്തമായ ആസൂത്രണങ്ങളും തീരുമാനങ്ങളുമാണ്. 2023 ഒക്ടോബർ മാസം 8-ാം തീയതി രാവിലെ വെറുതെ ഇരുന്നപ്പോൾ ഒരു വെളിച്ചപ്പാടിന്റെ അടിസ്ഥാനത്തിൽ പലസ്തീനിലെ ജനങ്ങളെ വംശഹത്യ ചെയ്തേക്കാമെന്ന് തോന്നിയ വെളിച്ചപ്പാടിന്റെ പുറത്ത് ബോംബും റോക്കറ്റും മിസൈലും ഡ്രോണുകളും ഒക്കെയായി ജൂതന്മാർ ചോരക്കളിക്ക് ഇറങ്ങിയതായിരുന്നില്ല. മറിച്ച് ഹമാസ് എന്ന തീവ്രവാദി സംഘടന തുടങ്ങി വെച്ച അതിനീചമായ ചോരക്കളികൾക്ക് മറുപടി കൊടുത്തുകൊണ്ടുള്ള പ്രത്യാക്രമണമായിരുന്നു ഇസ്രായേൽ ഗാസയിൽ നടത്തിയത്. ജൂതനെ തിരഞ്ഞുപിടിച്ച് കൂട്ടക്കൊല ചെയ്യുകയും അവരുടെ സ്ത്രീകളെയും കുട്ടികളെയും കൊല്ലുകയും പീഡിപ്പിക്കുകയും ശേഷിക്കുന്നവരെ ബന്ദികളാക്കി പിടിച്ചുകൊണ്ടുപോയി വിലവേശാൻ വേണ്ടി വെളിച്ചം കയറാത്ത തുരങ്കങ്ങളിൽ അടയ്ക്കുകയും ചെയ്ത ഹമാസ് അവർ പിടിച്ചു വെച്ചിരിക്കുന്ന ബന്ദികളെ വിട്ടയച്ചാൽ ആ നിമിഷം തീരുമായിരുന്ന യുദ്ധം നീട്ടിക്കൊണ്ടു പോവുകയായിരുന്നു. പലസ്തീനിലെ സാധാരണക്കാരെ മനുഷ്യ കവചങ്ങളാക്കി കൂട്ടക്കൊലയ്ക്ക് വിട്ടുകൊടുത്ത ഹമാസാണ് പലസ്തീൻ കുഞ്ഞുങ്ങളുടെ ചോരയ്ക്ക് ഉത്തരവാദി എന്ന് ഏത് കൊച്ചുകുട്ടിക്ക് പോലും മനസ്സിലാകാമെന്നിരിക്കെ മതഭ്രാന്തന്മാരുടെ കള്ളക്കഥകൾ ഏറ്റുപാടി കലോത്സവ വേദികളും സാംസ്കാരിക രാഷ്ട്രീയ വേദികളും വിദ്വേഷവും വെറുപ്പും കൊണ്ട് നിറയ്ക്കുന്നതിന് തടയിടേണ്ടത് നാടിന്റെ സമാധാനത്തിന് അത്യാവശ്യം തന്നെയാണ്. ആക്രമണം മൂർച്ഛിക്കുന്നതിനിടയിൽ പലതവണ ഇസ്രായേൽ ഹമാസിനോട് പറഞ്ഞതാണ് ഞങ്ങളുടെ ബന്ദികളെ തിരികെ തന്നിട്ട് എവിടെയെങ്കിലും പോയി സമാധാനപരമായി ജീവിക്കാൻ. എന്നാൽ അതൊന്നും കേൾക്കാതിരുന്ന ഹമാസ് എന്ന അന്തർദേശീയ തീവ്രവാദ സംഘടന ഈ 2 കൊല്ലം കൊണ്ട് പലസ്തീനികൾക്ക് കൊടുത്തത് മാത്രമാണ് ഇന്നവിടെ കാണുന്ന നാശനഷ്ടങ്ങളും മരണങ്ങളും. അതിന് ഇസ്രായേലിനെ കുറ്റപ്പെടുത്തുന്നതിന് മുൻപ് കാപട്യത്തിന്റെയും വിവരക്കേണ്ടിന്റെയും മൂർധന്യതയിൽ അണികൾക്ക് പെടുമരണം വാങ്ങി സമ്മാനിച്ച ഹമാസിനെ തന്നെയാണ് കുറ്റപ്പെടുത്തേണ്ടത്. അല്ലാതെ മറ്റാരെയും കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. ഹമാസ് ആണ് ഇതിന്റെ എല്ലാം ഉത്തരവാദി. നിഷ്പക്ഷമായി ചിന്തിക്കുന്നവർക്കെല്ലാം അങ്ങനെ മാത്രമേ പറയാൻ കഴിയുകയുള്ളൂ. എന്നാൽ തങ്ങളുടെ ആശയ സംഹിതകൾ പൊളിയാതിരിക്കാനും സംസ്ഥാനത്താകമാനം പിടിമുറുക്കാനും കോറസായി മോങ്ങിക്കരഞ്ഞുകൊണ്ട് സഹതാപ തരംഗമുയർത്തി തങ്ങളുടെ മത അജണ്ടകൾ ഈ സമൂഹത്തിലേക്ക് ആസൂത്രിതമായി ഒളിപ്പിച്ച് കടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു കേരളത്തിലെ ചില ഹമാസ് മാനസന്മാർ. അതിനവർ മുൻപ് സേവ് ഗാസ എന്നും സേവ് പലസ്തീൻ എന്നും OI2 ഗാസ എന്നും ഒക്കെയുള്ള ഹാഷ്ടാഗ് പ്രൊപ്പഗാണ്ടകൾ ഉയർത്തി കേരളത്തിന്റെ ഊരുകളിൽ വലം വയ്ക്കുകയും അത് കണ്ട് അധികാരക്കൊതിയന്മാരായ ഇടതരും വലതരും വലിയ വട്ടിയും വല്ലവും കൊട്ടയുമൊക്കെയായി അവരുടെ പിന്നാലെ പാഞ്ഞു വന്ന് പ്രൊപ്പഗാണ്ടകൾക്ക് വടി പിടിക്കുകയും കൊടി പിടിക്കുകയും ഒക്കെയായിരുന്നു. ഇപ്പോഴിതാ ഹമാസുമായി ചോര ചാർച്ചയുള്ള ഈജിപ്തും ജോർദാനും ഖത്തറും അടങ്ങുന്ന ഇസ്ലാമിക രാഷ്ട്രങ്ങൾ ട്രംപിന്റെ ഹമാസ് ഉന്മൂലന പദ്ധതിക്ക് പച്ചക്കൊടി കാട്ടി പുറകെ ഇറങ്ങിയിട്ടും അത് ഉൾക്കൊള്ളാനാകാതെ കേരളത്തിലെ സ്കൂളുകളും കോളേജുകളും തട്ടകമാക്കി ഹമാസ് പുനരുദ്ധാരണ കലാപരിപാടികളുമായി ഇറങ്ങിയിരിക്കുകയാണ് കുറച്ചാളുകൾ. അതിന്റെ കലാശക്കൊട്ടാണ് കോൽക്കളിയായും മൈമുകളായും കേരളത്തിൽ ഇപ്പോൾ അങ്ങോളം ഇങ്ങോളം അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത്. ചിന്താരവി ഫൗണ്ടേഷനെ കൂട്ടുപിടിച്ചുകൊണ്ട് പലസ്തീൻ സോളിഡാരിറ്റി ഫോറം
കേരളത്തിലെ എല്ലാ ജില്ലകളിലെയും സ്കൂളുകളിലേക്ക് ഗാസയുടെ പേരുകൾ എന്ന പേരിൽ ഹമാസിന് ഐക്യദാർഢ്യം അർപ്പിച്ചുകൊണ്ട് നടത്തുന്ന പരിപാടിയിൽ ഇസ്രായേൽ കൊന്നെന്ന് അൽ ജസീറ TV പ്രചരിക്കുന്ന 18,000 ഗാസൻ കുട്ടികളുടെ പേര് വായിക്കുവാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. അതിന്റെ പിന്നാലെയാണ് സ്കൂൾ കലോത്സവ വേദികളെ കവർ ചെയ്യുന്ന വിധത്തിൽ ഹമാസിനെ പിന്തുണയ്ക്കുന്ന പരിപാടികൾ വേദികളിൽ തുടരെ സ്ഥാനം പിടിച്ചിരിക്കുന്നത്. കണ്ണൂർ അഞ്ചരക്കണ്ടി ഹൈസ്കൂളിൽ യുവജനോത്സവത്തോടനുബന്ധമായി നടന്ന കോൽക്കളിയിൽ ഫ്രീ പലസ്തീൻ എന്നെഴുതിയ ബനിയനും ധരിച്ച് കുട്ടികൾ കോൽക്കളി കളിച്ചതും ഇതിന്റെ ഭാഗമായി തന്നെയാണ്. എന്നാൽ ഈ കോൽക്കളി യുവജനോത്സവ മാനുവലുകൾക്ക് വിപരീതമാണെന്ന് പറഞ്ഞ് വേദിയിലെത്തിയ പ്രിൻസിപ്പാൾ കോൽക്കളി തടസ്സപ്പെടുത്തി വിദ്യാർത്ഥികളെ തിരിച്ചയക്കുകയായിരുന്നു. ഏതായാലും കലോത്സവ സീസൺ ആയാൽ പലസ്തീനിലെ പാവങ്ങൾക്ക് ഒരു നേരത്തെ ആഹാരം പോലും കൊടുക്കാത്ത കേരളത്തിലെ ഹമാസ് മാനസന്മാർ പലസ്തീൻ കഫിയെ തലയിൽ കെട്ടി പിത്തലാട്ടങ്ങൾക്കായി കുട്ടികളെ ട്രെയിൻ ചെയ്ത് ഇറക്കിയേക്കാം. എന്നാൽ കേരളത്തിലെ ജനങ്ങളിൽ ഭൂരിപക്ഷവും ഇസ്രായേലിനൊപ്പമാണ് എന്നും ഗാസയിലെ ജനത്തോട് അവർക്ക് സഹതാപം ഉണ്ട് എങ്കിലും അതിന് പൂർണ്ണ ഉത്തരവാദി ഹമാസ് ആണെന്ന് അവർക്കറിയാമെന്നും അതുകൊണ്ട് സ്കൂളുകളിൽ പഠിക്കുന്ന ഇതര മതസ്ഥരായ കുട്ടികൾക്ക് മതപരമായ വേർതിരിവുകൾ ഉണ്ടാക്കാൻ ഇത്തരം കലാപരിപാടികൾ കാരണമാകരുത് എന്നുമാണ് നമുക്ക് പറഞ്ഞു വെക്കാനുള്ളത്. അതുകൊണ്ട് പലസ്തീൻ ഐക്യദാർഢ്യ മറവിൽ മത അജണ്ടകൾ തിരികെ കയറ്റുന്ന കലോത്സവങ്ങൾക്ക് കർട്ടനിടുക തന്നെയാണ് വേണ്ടത്.